ഇപ്പൊ എല്ലാരും സാദിഖലി തങ്ങളെ ബാക്കിലാണ്. മോള് സാദിഖലി തങ്ങള് കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപങ്ങൾ വരുന്നത്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നൂറെ ഹബീബ് ആറ്റക്കോയ എന്ന് പറയുന്ന കൊടക്കാടുള്ള ഈ തങ്ങള്, അയാളിവിടെ വന്നിട്ടുള്ളത് സാദിഖലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചത് സംബന്ധമായിക്കൊണ്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് പിന്തുണയുമായിട്ടാണ് ഈ വിവരക്കേടിൻ്റെ ഉസ്താദായ നൂറെ ഹബീബ് ഹാമിദ് ആറ്റ വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ നൂറെ ഹബീബ് കാണുന്ന മുത്തുമണികളേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ യൂട്യൂബ് ചാനലിലും അയാളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ആളുകളോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയ ജനങ്ങളെ, ഇയാളുടെ വിവരക്കേട് കേൾക്കൽ ആദ്യം നിങ്ങൾ നിർത്തുക. ഇയാളുടെ നസീഹത്ത് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു വിവരവും യോഗ്യതയും ക്വാളിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഈ ഹാമിദ് ആറ്റ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഹാമിദ് ആറ്റക്കോയ തങ്ങളെ, അയാൾ ഇതുവരെയും സമ്പാദിക്കുവാൻ, പണം വസൂലാക്കുവാൻ, ആളുകളിൽ നിന്ന് പണം പിടുങ്ങുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ദീനുൽ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും ഈ മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യമുള്ളത്, സാദിഖലി ശിഹാബ് തങ്ങൾ ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് കേക്ക് മുറിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. അത് ആദ്യത്തെ സംഭവമല്ല, അത് മുമ്പെയും അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി സാദിഖലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ്. ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സാദിഖലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലക്കാണെന്നുണ്ടെങ്കിൽ അവരൊരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്നാണ് പറയാറുള്ളത്. മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്കാണ്. ഇനി അദ്ദേഹം സമസ്തയുടെ ഒരു നേതാവാണ് എന്ന നിലക്കാണെങ്കിൽ അത് ആദ്യം കൈകാര്യം ചെയ്യണമായിരുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന, മുസ്ലിം എന്ന പേരുള്ളത് കൊണ്ട് മാത്രം അതിനെ ആ ഒരു അർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗെന്നോ സുന്നി ലീഗെന്നോ ആക്കേണ്ടതില്ല. പിന്നെ അദ്ദേഹത്തെ സമസ്തയുടെ നേതാവ് കൂടി ആക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരാൻ സാധ്യതയുള്ള, ഇത് യോഗ്യത നോക്കിയിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, കുടുംബ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് വരുന്ന ഒരാൾ അദ്ദേഹത്തെ സമസ്തയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടേ എന്നുള്ളത് സമസ്തയായിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത്. ഇനി ഇദ്ദേഹം പറയുന്ന ചില വിവരക്കേടുകളുണ്ട്, അതാണ് ഇന്നിവിടെ പറയുവാനുള്ളത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ സമസ്തയോ ഒന്നും അല്ല, അവർ ചെയ്തു പോരുന്ന അവരുടെ കാലങ്ങളായിട്ട് അവരിലുള്ള ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. കുറ്റപ്പെടുത്തുകയല്ല, സത്യം പറയുകയാണ്. ഇനി നമുക്ക് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇത് നിഷേധിച്ച് തള്ളാൻ ആരും ശ്രമിക്കേണ്ടതില്ല. കാര്യം ഡിജിറ്റൽ തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഹാമിദ് ആറ്റ പൂ കോയ പറയട്ടെ. ഈ നൂറെ ഹബീബ് കാണുന്ന മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അവർ അഹ്ലു ബൈത്താണ്. അവർ അഹ്ലു ബൈത്താണെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ ആറ്റപ്പൂ കോയേ, അല്ലേ? ആറ്റപ്പുന്നാരക്കോയെ. അഹ്ലു ബൈത്ത് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നാണോ? ആറ്റപ്പുന്നാരക്കോയ പറയട്ടെ. അവരല്ലാന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്. അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാവുന്നത്? അതിൻ്റെ ആ ഒരു ഉത്തും പേരൊന്ന് പറഞ്ഞുതരാൻ കഴിയോ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആൺമക്കൾ ആരും അവശേഷിച്ചിരുന്നില്ല. ഒരു പെൺമകൾ മാത്രമാണ്, ഒരു മകൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കാലത്ത് അവശേഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫാത്തിമത്തു സഹ്റ ബത്തൂലാണ്. ആ ഫാത്തിമ ബീവിക്ക് 5 മക്കളുണ്ടായിരുന്നു. 5 മക്കളിൽ 2 പേരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ ഇവിടെ അന്ന് ഹയാത്തിലുണ്ടായിരുന്നത് ഹസൻ, ഹുസൈൻ, ഈ 2 മക്കളായിരുന്നു. അതിനു മുമ്പ് ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിരുന്ന മറ്റു മക്കള് മുഹ്സിൻ, മുകുൽസും, സൈനബ്, എങ്ങനെ 3 മക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ, അതായത് ഫാത്തിമ ബീവി വഫാത്താവുന്നതിനും കുറെ മുമ്പ് തന്നെ
വഫാത്തായി പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്, ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രമാണ് ഇവിടെ അവശേഷിച്ചിരുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം നാമാവശേഷമായിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം കൂഫയിലേക്ക് പോയിരുന്നു. കൂഫയിലേക്ക് പോകുന്ന ആ സമയത്ത് അവർ കർബല എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ചുകൊണ്ട് അവിടെ രക്തരൂക്ഷിതമായ ഒരു യുദ്ധമുണ്ടാവുകയും എല്ലാവരും അവിടെ വെച്ച് ഷഹീദായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എവിടുന്നുണ്ടായി എന്നുള്ളത് അറിയില്ല. ഉണ്ടായാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ആൺമക്കളിലൂടെയാണ് ഉണ്ടാവേണ്ടത്. ആ ആൺമക്കളെല്ലാം തന്നെ റസൂലുള്ളാഹിക്ക് 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. 1 അബ്ദുള്ള, 2 ഖാസിം, 3 ഇബ്രാഹിം. ഈ 3 മക്കളും റസൂലുള്ളാഹിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തന്നെ. എവിടുന്ന് എന്ത് കള്ളക്കഥയും കൊണ്ട് നിങ്ങൾ ഈ തങ്ങള് കുങ്ങള് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്? തങ്ങൾ എന്നുള്ള വാക്ക് ഏതാണ്? മലയാളമാണോ, അറബിയാണോ, ഇംഗ്ലീഷാണോ, ഉറുദു ആണോ, തമിഴാണോ, തെലുങ്കാണോ? അല്ലാ, അതൊന്നും അറിയില്ല. പിന്നെ ഞാൻ തങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കാം. എന്നിട്ട് പറയാം, കുട്ടികളാണ്. എന്നാൽ നിങ്ങളാരും അവരെ ഒന്നും നിങ്ങൾ പറയരുത്. തെറ്റീതാ പറയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിയുടെ മക്കളാണെങ്കിൽ പോലും അവിടെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുമായിരുന്നു എന്ന് സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകം മാത്രമല്ല, മറ്റു പല ദാർശനിക വീക്ഷണത്തിലുള്ള ആളുകൾ പോലും പറഞ്ഞിട്ടുള്ള നീതിമാനായ ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിമർശിച്ച സ്വഹാബി വനിതയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ, കേട്ടിട്ടില്ല അല്ലേ? നിങ്ങൾ ഈ പണം പിരിവ് മാത്രം പഠിച്ചുകൊണ്ട് നടന്നിട്ടാ. അധികാരി എത്ര വലിയ ഉന്നതനാണെങ്കിലും അവരിൽ തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്, വിമർശിക്കപ്പെടേണ്ടതുണ്ട്. അത് കുറ്റം പറയുന്നല്ല. ഇനി പറയും, ഏറ്റവും വലിയ വിവരക്കേട് ഇനി പറയുന്നുണ്ട്, കേൾക്കാം നമുക്ക്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വല്യപ്പ അവർക്ക് ക്ഷമിച്ചു കൊടുക്കും. അപ്പോ ഈ തങ്ങന്മാരുടെ വല്യപ്പാന്റെ പേര് അല്ലാന്നാണോ? ആണോ? അല്ല, അത് അറിയണല്ലോ. അവരെ വല്യപ്പ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുന്ന പറഞ്ഞത്. പൊറത്തു കൊടുക്കേണ്ടവൻ ആരാണ്? ക്ഷമ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറത്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ. അവർ തെറ്റ് ചെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കും. ആരാണ് പുറത്തു കൊടുക്കുന്നവൻ? അള്ളാന്റെ റസൂലാണോ? നിങ്ങളിപ്പോൾ വല്യപ്പ എന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിനല്ലേ? ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് പുറത്തു കൊടുക്കുന്നവൻ അള്ളാഹു ആണ്. അള്ളയാണോ ഈ തങ്ങന്മാരെ വല്യപ്പ? എന്ത് നോണയൊക്കെയാണ് ആറ്റപ്പുന്നാരൊക്കെ ഈ പറയണത്? അറിവില്ലെങ്കിൽ മുണ്ടാണ്ടിരുന്നൂടെ? ഞാൻ ജാഹിലാണെന്ന് ദിവസം വിളിച്ചു പറയാ. ഇതാണ് ഇയാളെ പണി. പറ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സാധിക്കൽ തങ്ങളല്ല, ഏത് തങ്ങളാണെങ്കിലും, നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയരുത്. കുറ്റം ചെയ്താൽ അത് പറയുന്നെ ചെയ്യും. അത് തങ്ങളല്ല, തങ്ങളാണെങ്കിലും പറഞ്ഞു പോകും കേട്ടോ. വിവരക്കേട് പറയാണ്ടിരിക്ക് ആറ്റക്കോയെ. ഒരു തങ്ങളാണെന്നും പറഞ്ഞിട്ടുണ്ട്, ജനിച്ചു വീണിട്ടുണ്ട്. തങ്ങൾ പിന്നെ മരിച്ചോളം എന്ത് തമ്മാടിത്തരം ചെയ്താൽ പറയണ്ടെന്നോ? അദ്ദേഹം ഒരു ഉമ്മത്തിന്റെ സയ്യിദുൽ ഉമ്മ എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം ആ ഒരു കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടായിരുന്നു. അതിന് സംശയമൊന്നുമില്ല. അതിനിപ്പോ ഇനി ആറ്റപ്പുന്നാരക്കോയുടെ വക്കാലത്തൊന്നും ഇവിടെ വേണ്ട. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളോ? അതെങ്ങനെ എന്നാണ് ചോദിക്കണത്. ഇപ്പോൾ നിങ്ങൾ ആരുടെ പേരക്കുട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും തങ്ങളെ പേര് പറയും. ആ തങ്ങൾ ആരുടെ പേരക്കുട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തങ്ങൾ വേറൊരു തങ്ങളെ പേര് പറയും. അങ്ങനെ പോയി നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് റസൂലിലേക്ക് എത്തുന്നത്? നിങ്ങളൊക്കെ മരുമക്കത്തായം വഴിയാണോ? ഉമ്മാന്റെ കുടുംബമാണോ നിങ്ങളെ താവയ്യായിട്ട് പറയാറ്? അത് ഉപ്പാന്റെ കുടുംബമാണോ? റസൂലുള്ളാന്റെ മാത്രം ഉമ്മാന്റെ താവയ്യ പറയും. റസൂലിനെ കഴിഞ്ഞാലോ ബാക്കിയൊക്കെ വാപ്പാന്റെ താവയ്യും പറയും. ഇതെന്ത് ഇരട്ടത്താപ്പാണ്? ഇത് ഇരട്ടത്താപ്പൊന്നുമല്ല, ഒരു 32 താപ്പായി പോയി. പറയേ. ഇന്ന് ഉസ്താദുമാര് കുറ്റം പറയുന്നതോ ഉസ്താദുമാര് ലൈവിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ്. ഇജ്ജി ഇരുന്നിട്ട് ഈ കരയണത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂട്യൂബിലൂടെ നല്ലോണം പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ ഈ കരച്ചിൽ കരയണത്. അപ്പം എന്നോട് ചോദിക്കും ഞാൻ എന്തിനാന്ന്? ദൈവത്താണ് മെയിൻ ഉദ്ദേശം. അതിൽ നിന്ന് ഇതിൻ്റെ ചെലവുകൾക്കായിട്ടുള്ള പണവും സ്വീകരിക്കുന്നുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ആറ്റെ താനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി താൻ പണ അവര് സുബ്ഹാനല്ലാഹിന് വേണ്ടിയാണ്, അവര് ആഖിറം പരാജയമാണ്.
അപ്പോൾ ആറ്റ പുന്നാരക്കോയെ എൻ്റെ ആഹ്റവും പരാജയമാണ്. കാരണം എന്താണെന്നറിയോ? ഓല് ലൈക്കിന് വേണ്ടിയിട്ടാണ്, പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ആറ്റപ്പൂക്കോയെ പറയുന്നത്. എന്നാൽ ആറ്റക്കോയെ, താങ്കൾ മനസ്സിലാക്കേണ്ടത്, താങ്കൾ ഒരു വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ 3 മൊബൈൽ വെച്ചിട്ടല്ലേ ഇതിൻ്റെ ലിങ്ക് വാട്സപ്പിൽ കൂടെ ഇങ്ങനെ തള്ളിയും കൊണ്ടിരിക്കുന്നത്. എന്തിനാണത്? ദീൻ പഠിപ്പിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ദീനാണ് ആറ്റക്കോയെ താൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്? ദീനുൽ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും അറിയാത്ത താങ്കളൊരു തങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ മജ്ലിസ് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്ര അഡ്മിന്മാരെയാണ്? അതൊക്കെ സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ ചില ആളുകളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. പാവങ്ങൾ, അവറ്റുള്ള വോയിസ് പുറത്ത് വിടണ്ടെന്ന് കരുതിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏണിങ്ങും ലൈക്കും ഷെയറും അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇജ്ജു അത് നടത്തുന്നത്. ഞാനും അതിനൊക്കെ തന്നെയാണ്. പറ. അവരാഹ്റം പരാജയമാണ്. പിന്നെ കുറിച്ചിട്ട് 1-2 മൊയ്ലിയമാരൊക്കെ ഇത് കേട്ടോ. അല്ലാ, നാളെ ഖാലിഖായ പടച്ചിറപ്പ് കൊടുക്കും. നാളെ ഖാലിഖായ പടച്ചിറപ്പ് അന്നിയും പിടിക്കും. മൗലവിമാരെ മാത്രമല്ല, അന്നിയും പിടിക്കും, ഇന്നിയും പിടിക്കും. അവിടുന്ന് രക്ഷപ്പെടാൻ നമ്മളൊന്നും മഹസൂമികളൊന്നും അല്ല. നമ്മൾ തെറ്റ് ചെയ്തതിന് നമ്മളെ പിടിക്കും. അതിനിപ്പോൾ ഓല മാത്രം പിടിക്കും. അങ്ങോട്ട് ഇങ്ങനെ സിറാത്ത് പാലം എന്ന് പറഞ്ഞിട്ടൊരു പാലുണ്ട്, നമുക്ക് കൂടി ഇങ്ങനെ ഇടിമിന്നൽ വേഗതയിൽ ഇങ്ങനെ ഓടിപ്പോയിട്ട് സ്വർഗത്തേക്ക് ഒരൊറ്റ ചാടുന്നു എഴുതിയിട്ട് ഇരിക്കണ്ട. ഈ പറഞ്ഞ ഈ നുണക്കും, ഈ പറയുന്ന ഈ തട്ടിപ്പിനും, ഈ കള്ളച്ചികിത്സക്കും, ഈ തട്ടിപ്പുകൾക്ക് മുഴുവൻ അവിടെ സമാധാനം പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. അള്ളാഹ് പിടിക്കും, അതിലൊരു സംശയമില്ല. അത് അന്നെയും പിടിക്കും, ഇന്നെയും പിടിക്കും, എല്ലാവരെയും പിടിക്കും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സുഹൃത്തായ സന്തത സഹചാരിയായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സ്വർഗപ്രവേശനം നടക്കുന്നത്. കാര്യം, അദ്ദേഹം പണക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ദിർഹമിൻ്റെയും കണക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം സാധ്യമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളെ കഥയാണത്. പിന്നെ പാറ്റടി ഇന്ത്യയൊക്കെ കഥ പറയണോ? അപ്പോൾ മൗലവിമാരുടെ കഥയും ആറ്റക്കോയുടെ കഥയും എൻ്റെ കഥയും ഒക്കെ കണക്കാവും. ഈ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മതയില്ലാതെ ചെയ്യുന്ന പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തമ്മാടിത്തരം പറയുന്ന ആറ്റപ്പൂക്കോയെ എൻ്റെ കാര്യം വളരെ കഷ്ടമാവും. നമ്മളെ വല്യപ്പാനോട് നമ്മളെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വല്യപ്പാനോട് സങ്കടങ്ങൾ പറയാൻ വല്യപ്പ എൻ്റെ വല്യപ്പാര അല്ലേ? എന്ത് നുണയാണ് ഈ പറയണത്? വെറുതെ പറയാ, എന്തെങ്കിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളിലൊന്നും മക്കൾ പരമ്പര ഉണ്ടായിട്ടില്ല. ഇനി ഒരു പെൺമകള്, ആ മകളിൽ ഫാത്തിമ ബീവിയിൽ മക്കളുണ്ടായിരുന്നു വെച്ചാൽ ആ മക്കളെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒരു സൈനുലാബുദ്ദീൻ ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ തള്ളിയും കൊണ്ടിരിക്കുന്നത്. അഹ്ലു ബൈത്തിൽ കൂട്ടും, പേരക്കുട്ടിയെന്നൊന്നും നിങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ആരൊക്കെ എന്നെ വേട്ടയാടിയോ, എന്നെ കുറിച്ച് എഴുതിയോ, അവർക്കും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. വേണ്ട, എൻ്റെ പൊരുത്തം എനിക്ക് വേണ്ടട്ടോ. ഇനി ആ മൗലവിമാർക്ക് വേണമെന്നാവേ ചോദിച്ചു നോക്കൊണ്ടു. എനിക്കെന്തായാലും വേണ്ട. ഞാൻ ആറ്റക്കോയനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. അതിന് മുമ്പ് ആറ്റക്കോയ ഇവിടെ ഉണ്ട്. പക്ഷെ ആറ്റക്കോയ വല്ലാണ്ടങ്ങുണ്ട്. നാട്ടിലിറങ്ങിയിട്ട് കള്ളക്കളികളുമായിട്ട് വന്നപ്പോൾ ചില കളികൾ കളിക്കാനും ചില കളികൾ കളിച്ച് പഠിപ്പിക്കാനും ഒക്കെ ഉണ്ട് ഇറങ്ങിയപ്പോൾ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല ഇസ്ലാം. മറ്റു ഇതര മത ആദർശത്തിലുള്ള ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ തേൻ കച്ചവടം, കോടികൾ വാരി സമ്പാദിച്ചുകൊണ്ട് ആർഭാട ജീവിതം നയിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക്, ആ ഒരു ലെവലിലേക്ക് ഈ ഉമ്മത്തിനെ ആ ഒരു പിഴച്ച സിദ്ധാന്തത്തിലേക്ക് വഴി നടത്തിയപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, പിന്നാലെ കൂടിയിട്ടുണ്ട്. അത് വേട്ടയാണെങ്കിൽ വേട്ട, ഇനി അങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ. പൊരുത്തം വേണ്ട കേട്ടോ. ആറ്റക്കോയുടെ പൊരുത്തച്ച് വേണ്ടായിട്ടാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങളാരും ഒരു അഹ്ലു ബൈത്തിന് കുറ്റം പറയാം. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളെ നാട്ടില് തങ്ങന്മാരുണ്ടാവും അല്ലോ. ആ പാപങ്ങൾ ചിലപ്പോ കൂലിപ്പണിക്ക് പോണ ആൾക്കാരായിരിക്കും. നിവൃത്തികേട് കൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും. ഓളെ അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മക്കളാണ്. കുറ്റം പറയരുത്. അവരെ സ്നേഹിക്കണോ, അവരെ ബഹുമാനിക്കണോ, അവരെ സ്നേഹിക്കുകയും ചെയ്യും, ബഹുമാനിക്കുകയും ചെയ്യും. തമ്മാടിത്തരം പറഞ്ഞാലേ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്തണം എന്ന് പറയും ചെയ്യും. അല്ലാതെ അങ്ങനത്തെ ഒരു കുടുംബം, ഒരു മക്കളും ഇന്ന് ലോകത്ത് അവശേഷിക്കണില്ല. പിന്നെ അവർ കൂലിപ്പണിക്ക് പോണവരുണ്ടാവുന്ന തങ്ങന്മാരും കൂലിപ്പണിക്ക് പോണവരെ ഞാൻ കണ്ടിട്ടില്ല.
ഈ തട്ടിപ്പും തരികിടായിട്ടാണ് കൂടുതൽ ആളുകൾ നടക്കാറുള്ളത്. ഇനി കൂലിപ്പണിക്ക് പോകുന്ന സാധുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് ഇവിടെ അറിയിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും കൂലിപ്പണിയല്ല, കൂടുതലും ആളുകൾ കുറച്ച് മുന്തിയ തറവാടാണെന്നുണ്ടെങ്കിൽ ഓല് ഉദ്ഘാടന തൊഴിലാളികളാണ്. ഓൽക്ക് ഉദ്ഘാടനത്തോട് ഉദ്ഘാടനം. പിന്നെ കുറച്ച് ആളുകളുണ്ട് ഈ വീട് ഹൗസ് വാമിങ്, വീട് കയറി താമസിക്കുക, കുടിയിരിക്കുക എന്നൊക്കെ പറയും, അവിടേക്ക് കൊടുന്നിട്ട് ഉള്ള ആ മാമൂല് കാണിക്കുന്നവരുണ്ട്. ചില ആളുകളുണ്ട് വിവാഹത്തിന് അവർ തന്നെ വന്നിട്ട് നിക്കാഹ പറയണം എന്ന് പറഞ്ഞുകൊണ്ട്, ഈ നിക്കാഹ എന്താണെന്നുള്ളതും ഈ സാധുക്കൾക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ. പിന്നെ ചില ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഉദ്ഘാടന തൊഴിലാളികൾ. പിന്നെ ചില ആളുകളുണ്ട് ഈ ഉറുക്കും തകിടും എഴുതിയിട്ട് അസ്മാവും ഊത്തും പാട്ടും അങ്ങനെ നടക്കുന്ന കുറേ തങ്ങന്മാരുണ്ട്. ചില തങ്ങന്മാരുണ്ട് ഇതേപോലെ ഇപ്പം നമ്മൾ കാണിച്ച പോലെ എന്തൊക്കെ പാടിയിട്ട് എന്തൊക്കെ ചൊല്ലിയിട്ട് ആളുകളെ പേപ്പിച്ചും കൊണ്ട് യൂട്യൂബിൽ കൂടിയും അതുപോലെ തന്നെ നേരിട്ടും അല്ലാതെ ചികിത്സകനത്ര ഇയാൾ ചികിത്സ നടത്തുന്നത്. എന്ത് ചികിത്സയും മൂപ്പര് നടത്തുന്നത്? മൂപ്പർക്ക് തോന്നിയ മൂപ്പര ചികിത്സ. ഓക്കെ, അപ്പോൾ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആളുകളെ അവർ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല, അംഗീകരിക്കുന്നുണ്ട്. ഓല് നല്ലത് ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അവരുടെ കർമ്മം അത് നോക്കിയിട്ടാണ് അംഗീകരിക്കുക. അവരുടെ ജന്മം നോക്കിയിട്ട് ആരും അംഗീകരിക്കില്ല. ഏതെങ്കിലും ഒരു വാപ്പാക്കും ഏതെങ്കിലും ഒരു ഉമ്മാക്കും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മുത്തഫക്കുൻ അലൈഹി ആണെന്നൊന്നും നമുക്ക് വാദമല്ല. അവർ നല്ലത് ചെയ്താൽ നല്ലത്, അവർ തെറ്റ് ചെയ്താൽ വിമർശിക്കാതിരിക്കണോ, തെറ്റ് ചെയ്യാതിരിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ആറ്റക്കോയ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പിന്തുണയായിട്ട് വന്നതാണ്. എന്നാൽ ഈ ആറ്റപ്പൂക്കോയെ മനസ്സിലാക്കേണ്ടത്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആറ്റപ്പൂക്കോയെ പോലെ ഈ വിവരമില്ലാതെ അന്തം കുന്തം അല്ലാതെ കണ്ണിക്കണ്ട് പറഞ്ഞിട്ട് ആളുകളുടെയൊക്കെ ഇങ്ങനെ പൈസ വസൂലാക്കിയിട്ട് ജീവിക്കല്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മേഖലയിലൂടെയാണ് പോകുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കും. അതിന് തങ്ങളായാലും വേണ്ടില്ല, തങ്ങളുടെ അപ്പുറമുള്ള ആരെങ്കിലും ആയാലും വേണ്ടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നില്ല. സമയന വാത്തവന എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേട്ടു, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചു എന്നുള്ള നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളൂ. സ്വഹാബത്ത് പോലും ഭിന്നാഭിപ്രായങ്ങളുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അവരൊന്നും ഈ പറയപ്പെട്ട ഔലിയാക്കളായിരുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട ആളുകളായിട്ട് പോലും അവരെയൊന്നും കണ്ണടച്ചിട്ടാണ്ട് വിശ്വസിച്ചിട്ടില്ല. എന്ത് വിവരക്കേടും പറഞ്ഞാൽ നിങ്ങൾ വിവരക്കേട് പറഞ്ഞോളൂ, ഞങ്ങൾ സ്വീകരിക്കാമെന്നൊന്നും അന്നത്തെ ജനസമൂഹം പറഞ്ഞിട്ടില്ല. ജനസമൂഹത്തിൻ്റെ ആസാറുകളാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നത്. അപ്പോൾ തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തങ്ങളായാലും തങ്ങളല്ലെങ്കിലും ദീനുൽ ഇസ്ലാം അത് യഥാവിധി കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ കുറ്റം പറയും. അത് കുറ്റമല്ല, സത്യമാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഇന്ന് നിലവിൽ ഉണ്ട്. എല്ലാം ഡിജിറ്റൽ തെളിവുകളായിട്ട് എൻ്റെ സുഹൃത്ത് ഈ ഇടയ്ക്ക് പറഞ്ഞ പോലെ എല്ലാം ഡിജിറ്റൽ തെളിവുകളാണ്. വിവരക്കേടുകൾ പറയൽ അവസാനിപ്പിക്കുക, നിർത്തുക എന്നുള്ളതാണ് ആറ്റപ്പു നാരക്കോയയോട് പറയാനുള്ളത്.